അഹമ്മദാബാദ് അപകടത്തോടെ പ്രതിസന്ധിയിലായത് ബോയിങ് കമ്പനിയാണ്. സമയത്ത് ഉത്പാദനം നടക്കാതെ കടുത്ത വെല്ലുവിളി നേരിടുന്ന കമ്പനിക്ക് ഇനി വിമാന തകർച്ചയുടെ കാരണങ്ങളും വിശദീകരിക്കേണ്ടി വരും. എയർ ഇന്ത്യയുടെ ബോയിങ് 787 വിമാനങ്ങളെല്ലാം സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് DGC ഉത്തരവിട്ടു. പ്രത്യക്ഷത്തിൽ നിർമ്മാണത്തിലെ വീഴ്ചയല്ല, പക്ഷേ ബോയിങ് ഈ അപകടത്തിന്റെ കാരണം വിശദീകരിക്കാൻ ബാധ്യസ്ഥരാണ്. 787 ഡ്രീം ലൈനർ ഇതുവരെ വലിയ അപകടങ്ങളിൽ പെട്ടിട്ടില്ലെങ്കിലും കമ്പനി ഉത്തരം പറഞ്ഞേ മതിയാകൂ. 737 മാക്സ് കഴിഞ്ഞ വർഷം 3 അപകടങ്ങളിൽ പെട്ടതോടെ അന്നത്തെ CEO ഡേവ് കാൾഹൗണിന് ജോലി പോയി. പിന്നാലെ ചുമതലയേറ്റ കെല്ലി ഔട്സ്ബർഗ് ഉൽപാദനം വേഗത്തിൽ നടക്കാത്തതിന് മുൾമുനയിലാണ്. വ്യാഴാഴ്ചത്തെ അപകടത്തോടെ ബോയിങ്ങിന്റെ ഓഹരി മൂല്യത്തിൽ 4.5% ഇടിവുണ്ടായത്. പോയ മാസങ്ങളിലെല്ലാം ഓഹരി താഴേക്കുള്ള പോക്കിലായിരുന്നു. ഉൽപാദനം കൂടാത്തതും അപകടങ്ങളും തകരാറുകളുമാണ് കമ്പനിയെ പ്രതിസന്ധിയിലാക്കിയത്. 10 വർഷമായ വിമാനമാണ് എന്നതിനാൽ ബോയിങ്ങിന് ഈ അപകടത്തിൽ പറഞ്ഞു നിൽക്കാം. തകർന്നത് 41,000 മണിക്കൂർ പറന്ന വിമാനമാണ്. കഴിഞ്ഞ മേയിൽ മാത്രം 58 സർവീസുകളിലായി 420 മണിക്കൂർ പറന്നു. ഈ ജൂണിൽ ഇതുവരെ 21 സർവീസുകൾ നടത്തി 165 മണിക്കൂറും പറന്നു. തുടർച്ചയായി പറന്നുകൊണ്ടിരുന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. പക്ഷേ അപ്പോഴും ബോയിങ്ങിന് നഷ്ടപ്പെട്ട പ്രതിച്ഛായ പെട്ടെന്ന് വീണ്ടെടുക്കാൻ കഴിയണമെന്നില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.